नमस्ते। गजाननं भूतगणाधिसेवितं प्रविष्टजम्बूफलसारभक्षितं पुण्यमासुदं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजं। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नोपशान्तये। ॐ त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखा त्वमेव त्वमेव विद्या द्रविणं त्वमेव त्वमेव सर्वं मम देवदेव। നമ്മളിനി പഠിക്കാൻ പോകുന്നത് 26ാമത്തെ ശ്ലോകമാണ്. ശ്രീകൃഷ്ണൻ അർജുനന്റെ രഥം കൊണ്ട് ആ യുദ്ധത്തിന്റെ ഇരു സൈന്യങ്ങളുടെയും നടുവിൽ മധ്യത്തിൽ കൊണ്ട് രഥം നിർത്തിയിരിക്കുന്നത് വരെയാണ്. എന്നിട്ട് അർജുനൻ ഇങ്ങനെ നിരീക്ഷിക്കുകയാണ് ആരൊക്കെയാണ്. അർജുനോട് കൊണ്ട് നിർത്തിക്കഴിഞ്ഞ് ഭഗവാൻ പറഞ്ഞു, നോക്കിക്കോളൂ, ഇത് ആരൊക്കെയാണ് അവിടെ അണിനിരന്നിരിക്കുന്നതെന്ന് നീ കണ്ടോളൂ. വന്നു കൂടിയിട്ടുള്ള കുരുവംശക്കാരെയൊക്കെ നീ കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞു. അവിടെ വരെയാണ് നമ്മൾ പഠിച്ചത്. 25ാമത്തെ ശ്ലോകം. ഇനി ആരെയൊക്കെയാണ് അർജുനൻ കാണുന്നത്? നമ്മൾ അവിടെ വരെ പറഞ്ഞു, നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിനെ ഒന്ന് വീക്ഷിക്കാൻ നമ്മൾ ഒരുങ്ങണം. അർജുനന്റെ ആ നിരീക്ഷണ പാഠമാണ് നമ്മൾ അവിടെ കണ്ടത്. നമ്മൾ എന്തിനെയൊക്കെയാണ് ഫേസ് ചെയ്യേണ്ടത് എന്ന് ആദ്യം നമ്മൾ വിലയിരുത്തണം എന്നാണ് ആ ശ്ലോകം വരെ നമ്മൾ പഠിച്ചത്. ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിട്ടുള്ള നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം ഇത് പ്രാവർത്തികമാക്കാം എന്നാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അല്ലാതെ ഗീതയുടെ ബാഹ്യമായ അർത്ഥം മാത്രമല്ല നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പൊ ഇനി 26ാമത്തെ ശ്ലോകം. എന്തൊക്കെയാണ് അർജുനൻ കാണാൻ പോകുന്നത് അവിടെ? അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. തത്ര പശ്യസ്ഥിതാൻ പാർത്ഥഃ തത്ര പശ്യസ്ഥിതാൻ പാർത്ഥഃ പിതൃനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തദാ ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി. ഇതിനകത്ത് 3 ശ്ലോകങ്ങൾ, 3 വരികളുണ്ട്. അങ്ങനെ ഈ ഒരു വരിയും കൂടെ എക്സ്ട്രായും കൂടെ ചേർത്താണ് 701 ശ്ലോകമുണ്ടെന്ന് ചിലടത്ത് പറയുന്നത്. ചിലടത്ത് 700 ശ്ലോകങ്ങളെന്നാണ്. ഗീതയിലെ മുഴുവനുള്ള ശ്ലോകങ്ങളുടെ എണ്ണം 700 എന്നാണ് പറയുന്നത്. ചിലടത്ത് ഇവിടെ 701 എന്ന് പറയുന്നത് അധികമുള്ള ഒരു ശ്ലോകമാണ്. തത്ര പശ്യത് സ്ഥിതാൻ പാർത്ഥഃ പിതൃനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തദാ ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി. വാക്കുകളുടെ അർത്ഥം നോക്കാം. തത്ര അവിടെ അപശ്യത്. അവിടെ അപശ്യത്, അവിടെ നോക്കിക്കഴിഞ്ഞിട്ടാണ് അർജുനൻ പറയുന്നത്. അതാണ് ഇത് ഭൂതകാലമായിട്ട് പറയുകയാണ്. അപശ്യത്, നോക്കിയിട്ട്. തത്ര അപശ്യത് സ്ഥിതാൻ അവിടെ നിൽക്കുകയാണ്, അണിനിരന്ന് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സ്ഥിതാൻ പാർത്ഥഃ. ആരാണ് കാണാൻ പോകുന്നത്? അർജുനൻ. പാർത്ഥനാണ് നോക്കുന്നത്. അർജുനൻ പിതൃൻ. ആരെയൊക്കെയാണ് കാണാൻ പോകുന്നതെന്നാണ്. പിതാക്കളെയെല്ലാം. പിതൃൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാക്കന്മാർ. അഥ പിന്നെ പിതാമഹാൻ, പിതാവിന്റെ പിതാവ്.
അപ്പൂപ്പന്മാരെ, അപ്പൂപ്പന് തുല്യമുള്ളവര്, അച്ഛന്റെയും ഒക്കെ പിതാമഹന്മാര്, അപ്പൂപ്പന്മാരെയും മുത്തശ്ശന്മാരെയും അവരുടെ ഒരു തലമുറയും കൂടെ മുൻപിലുള്ളവരെയും അച്ഛന്റെയും അതിനു മുൻപുള്ളവരുടെയും ഒക്കെ ഒരു ഒന്ന് രണ്ട് തലമുറ മുൻപിലുള്ള ആൾക്കാരെ വരെ അർജുനൻ അവിടെ ഇങ്ങനെ കാണുകയാണ്. പിതാമഹന്മാരെയും ആചാര്യാൻ, ഇതെല്ലാം ഓർത്തോളം, ഇതെല്ലാം ബഹുവചനത്തിലാണ് പറയുന്നത്. ആചാര്യന്മാരെയും ഗുരുക്കന്മാരെയും, ഗുരുവിനെയല്ല ഗുരുക്കന്മാരെയും, മാതുലാൻ അമ്മാവന്മാരെയും, ഭ്രാതൃൻ പുത്രാൻ സഹോദരപുത്രന്മാരെയും, ഭ്രാതാക്കളുടെ പുത്രന്മാരെയും, പൗത്രാൻ അവരുടെ പുത്രന്മാരെയും, അവരുടെ കൊച്ചുമക്കൾ, അതായത് അർജുനെ സംബന്ധിച്ച് കൊച്ചുമക്കൾ, സഹോദരന്മാരുടെ മക്കളെയും, സഹോദരപുത്രന്മാരെയും അവരുടെയും മക്കളെയും, എത്ര തലമുറകൾ മുന്നിലോട്ടും എത്ര തലമുറകൾ പിന്നിലോട്ടും അർജുനൻ കാണുന്നു എന്ന് നോക്കിക്കോളും. പൗത്രന്മാരെയും, സഖീൻ സ്നേഹിതന്മാരെയും, എത്രയോ നമ്മൾ തോളിൽ കഴിയിട്ട് സ്നേഹത്തോടെ ഒരുമിച്ച് പഠിച്ചു വളർന്ന് വന്നവരെ സ്നേഹിതന്മാരെയും തഥാ അപ്രകാരം തന്നെ കാണുകയാണ്. അങ്ങനെ അർജുനൻ കാണുകയാണ്. എങ്ങനെ? ഇതേപോലെ തന്നെ എല്ലാവരെയും, ആചാര്യനെയും മാതുലനെയും പിതാക്കന്മാരെയും, പിതാവിന്റെ പിതാക്കന്മാരെയും, മുത്തച്ഛന്മാരെയും, പുത്രന്മാരെയും അവരുടെ പുത്രന്മാരെയും പിന്നെയും അവരുടെ വീണ്ടും ഒരു തലമുറയെ കൂടെ അങ്ങനെയെല്ലാം കാണുകയാണ്. ശ്വശുരാൻ ഭാര്യാപിതാക്കന്മാരെയും ഭാര്യയുടെ പിതാക്കന്മാരെയും, അതായത് നമ്മുടെ അവിടേക്ക് വന്നിട്ടുള്ള ബന്ധുജനങ്ങളെയും ബന്ധം കൂടി വന്നിരിക്കുന്നവരെയും അങ്ങനെയുള്ള രാജാക്കന്മാരെയും, സുഹൃദഃ ച ഏവ, സുഹൃദഃ എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെയും, ച അവരെയും, എല്ലാവരെയും, ഏവ ഇപ്രകാരം കാണുന്നു. ഉഭയോഹോ രണ്ടിന്റെയും മധ്യത്തിൽ, ഉഭയഹം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം, ഉഭയോഹോ സേനയോഹോ അപി രണ്ട് സേനകളിലും കാണുകയാണ്. ഒരു സേന ഞാൻ യുദ്ധം ചെയ്യേണ്ട സ്ഥലം മാത്രമല്ല നോക്കുന്ന അർജുനൻ, ഞാൻ ഏത് സ്ഥാനത്ത് നിൽക്കുന്നു, ഞാൻ ആരുടെ പക്ഷത്ത് നിൽക്കുന്നു അവിടെയും നോക്കുകയാണ്. കാരണം യുദ്ധം വരുമ്പോൾ ഒരു പക്ഷത്ത് മാത്രമല്ല ജീവഹാനി സംഭവിക്കുന്നത്. ഇതെന്തായാലും ഈ ഒരു യുദ്ധം എന്ന് പറയുന്ന അന്തിമമായ യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ എന്തായാലും ഇതുവരെ ചെയ്തിട്ടുള്ള യുദ്ധങ്ങൾ പോലല്ല, ഈ യുദ്ധത്തിൽ ഒരാളുടെ ജീവൻ പോകുന്നതാണ് മറ്റേയാളുടെ വിജയം. അങ്ങനെ വിജയിക്കാനേ പറ്റൂ. മറ്റൊരാളെ കൊന്നുവിട്ട് മാത്രമേ ഈ യുദ്ധത്തിൽ അർജുനന് ജയിക്കാൻ പറ്റൂ. അതുകൊണ്ടല്ലാതെ അവർ തോൽപ്പിച്ചോടിക്കലോ പിന്തിരിഞ്ഞോടലോ ഒന്നും ഈ യുദ്ധത്തിലില്ല. അതുകൊണ്ടാണ് അർജുനൻ അവരെ എല്ലാം ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ രണ്ട് സൈന്യത്തിലുള്ള ആൾക്കാരെയും, ഉഭയോഹോ രണ്ട് സേനയോഹോ അപി രണ്ട് സേനകളിലും ഉള്ളവരെ ഒക്കെ അർജുനൻ നോക്കി കാണുകയാണ്. നമുക്കൊന്നുകൂടെ ശ്ലോകം ചൊല്ലാം. തത്ര പശ്യത് സ്ഥിതാൻ പാർത്ഥഃ, പിതൃനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി. ഇനി ഇതിന്റെ മുഴുവനുള്ള അർത്ഥം ഒന്ന് പറയാം. അവിടെ രണ്ട് സേനകളിലും നിൽക്കുന്ന പിതാക്കളെയും പിന്നെ പിതാമഹന്മാരെയും ഗുരുക്കന്മാരെയും അമ്മാവന്മാരെയും സഹോദരപുത്രന്മാരെയും പൗത്രന്മാരെയും അതുപോലെ കൂട്ടുകാരെയും സുഹൃത്തുക്കളെയും അർജുനൻ നോക്കി. അർജുനൻ അവരെല്ലാം നോക്കി കണ്ടു. ഇത് നോക്കൂ, അർജുനന്റെ നിരീക്ഷണ പാഠത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തിലൂടെയൊക്കെ. നമ്മളും ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ ആ പ്രശ്നങ്ങളെ ശരിക്കും നിരീക്ഷിക്കണം. ആ നിരീക്ഷിക്കണമെങ്കിൽ നിഷ്പക്ഷമായി നിന്ന് വേണം നിരീക്ഷിക്കാൻ. അതിനാണ് സേനയുടെ മധ്യത്തിൽ കൊണ്ടുപോയി ഭഗവാനോട് നിർത്താൻ പറഞ്ഞതും മധ്യത്തിൽ കൊണ്ടുപോയി നിർത്തി. അർജുനന്റെ പക്ഷത്ത് നിന്ന് അങ്ങോട്ട് നോക്കുവാണെങ്കിൽ അർജുനന്റെ പക്ഷത്തുള്ളവരെ കാണാൻ പറ്റില്ല, എതിർപക്ഷത്തുള്ളവരെ മാത്രമേ കാണാൻ പറ്റൂ. ഇതിന് രണ്ട് ഭാഗത്തും അണിനിരന്നിരിക്കുന്നവരെ കാണാൻ വേണ്ടിയാണ് അർജുനൻ ആ യുദ്ധത്തിന്റെ നടുവിൽ കൊണ്ടുപോയി, രണ്ട് സൈന്യങ്ങളുടെയും നടുവിൽ കൊണ്ടുപോയി രഥം നിർത്താൻ കൃഷ്ണനോട് ആവശ്യപ്പെട്ടത്.
അങ്ങനെ രഥം രണ്ട് സൈന്യങ്ങളുടെയും നടുവിൽ കൊണ്ടു നിർത്തി രണ്ട് വശത്തുമുള്ളവരെ അർജുനൻ വീക്ഷിക്കുകയാണ്. നോക്കൂ, ഇതൊരു മഹത്തായ യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ വിജയം വരിക്കണമെങ്കിൽ അർജുനൻ അറിയാം എല്ലാവരെയും കൊല്ലണം. എതിർപക്ഷത്തുള്ളവരെ കൊന്നുകൊണ്ട് മാത്രമേ ജയിക്കാൻ പറ്റൂ. അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് മാത്രമേ അർജുനന് വിജയം ഉണ്ടാവുള്ളൂ. അവസാന ശ്വാസം വരെ പൊരുതാൻ തയ്യാറായി വന്നിരിക്കുന്നവരാണ്. അതാണ് വിജയം നിശ്ചയിക്കുന്നത്. ആരാണ് അവസാനം അവശേഷിക്കുന്നത് അവരാണ് കിരീടത്തിന് അവകാശി, ആ രാജ്യത്തിന് അവകാശിയായിട്ട് തീരുന്നത്. അങ്ങനെയാണ് യുദ്ധം. അപ്പൊ അതുകൊണ്ട് ഇവിടെ മരണം ഉറപ്പാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് എത്തിയിരിക്കുന്നത്. രണ്ട് സൈന്യത്തിലുള്ളവരും മരണത്തെ വരിക്കാൻ തയ്യാറായി എത്തിയിരിക്കുന്നവരാണ്. നമുക്കിനിയും അടുത്ത നിമിഷം എന്തും സംഭവിക്കാം. എത്ര വലിയ യോദ്ധാക്കളായാലും രണ്ട് ഭാഗത്തും വളരെ വലിയ യോദ്ധാക്കളാണ് അണിനിരന്നിരിക്കുന്നത്. അതിനകത്ത് അർജുനൻ കാണുകയാണ്, അർജുനന്റെ രണ്ട് തലമുറ മുൻപോ രണ്ടോ മൂന്നോ തലമുറ മുൻപുള്ളവരെ വരെ കാണുക. ഭീഷ്മാചാര്യരൊക്കെ അപ്പൂപ്പന്റെ അപ്പൂപ്പനാണ്, ആ പിതാമഹൻ ആണ്. അത്രയും മുൻപുള്ള അദ്ദേഹം വരെ ഉണ്ട്. താൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന ആളാണ് ഭീഷ്മർ, പിതാമഹൻ. അദ്ദേഹത്തിന്റെ ഒക്കെ മുന്നിലായിട്ട് കൊണ്ടുപോയിട്ടാണ് കൃഷ്ണൻ നിർത്തുന്നത്. അപ്പോഴാണ് കാണുന്നത് എത്ര രണ്ട് തലമുറ മുൻപിലുള്ളവരെയും പിൻപിലുള്ളവരെയും ഇനിയും രണ്ട് തലമുറ വരാനിരിക്കുന്ന രണ്ട് തലമുറയും അർജുനൻ അവിടെ കാണുകയാണ്. അതായത് നമ്മളെല്ലാം ഇവിടെ കാണുന്നത് നമ്മളും ഈ മരണം ഉണ്ട്, മരണം സുനിശ്ചിതമാണ്, ജനിച്ചാൽ മരിക്കും എന്നുള്ള അറിവോടുകൂടിയാണ് നമ്മൾ ഈ ഭൂമിയാകുന്ന ഈ കർമ്മ നിറഞ്ഞ ഈ ഭൂമിയിൽ നമ്മൾ ഈ യുദ്ധക്കളത്തിലേക്ക് നമ്മൾ വന്ന് ജനിക്കുന്നത്. നമുക്കറിയാം നമ്മളൊക്കെ മരിക്കും. പക്ഷെ എന്നാലും ആ മരണം എപ്പോഴും സംഭവിക്കാം, എപ്പോൾ വേണേലും സംഭവിക്കാമെന്നറിഞ്ഞാലും നമ്മളെല്ലാം കർമ്മനിരതരായി മരണം വരുമെന്ന് വിചാരിച്ച് പിന്മാറി മരിക്കാനുള്ളതാണെന്ന് വിചാരിച്ച് ഞാനിനി എന്തായാലും മരിക്കും എന്ന് വിചാരിച്ച് കർമ്മം ചെയ്യാതിരിക്കുകയല്ല. അവനവനിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന കർമ്മങ്ങളെ ഭംഗിയായി ചെയ്യാൻ തയ്യാറായാണ് എല്ലാവരും നിൽക്കുന്നത്. ഇനിയിപ്പോൾ മരിക്കാൻ തയ്യാറായിരിക്കുന്ന രണ്ടു മൂന്ന് തലമുറ മുൻപിലുള്ള വൃദ്ധരായ പിതാമഹന്മാർ പോലും അവിടെ വന്നിരുന്നിരിക്കുകയാണ്. അവര് പോലും കർമ്മോത്സുകരാണ്, കർമ്മം ചെയ്യാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. നമ്മളുമൊക്കെ ഈ ഭൂമിയിലേക്ക്, ആ ഭഗവാന്റെ സൃഷ്ടി അങ്ങനെയാണ്, നമ്മൾ ഈ കർമ്മഭൂമിയിലേക്ക് ജനിച്ചിരിക്കുന്നത് കർമ്മം ചെയ്യാനാണ്. കർമ്മം ചെയ്ത് മരണത്തെ വരിക്കുക, കർമ്മം ചെയ്തുകൊണ്ട് ജീവിച്ച് മരണത്തെ മരിക്കുക. അതാണ് വലിയ യുദ്ധത്തിന്റെ നടുവിൽ നിർത്തി ഈ ഗീത പറയുന്നത്. കർമ്മത്തിന്റെ മഹത്വം എത്ര വലുതാണെന്ന് അറിയിക്കാനാണ് ഈ ഗീത ഈ യുദ്ധത്തിന്റെ നടുവിൽ നിർത്തി. ഏറ്റവും സങ്കീർണമായ ആ യുദ്ധം, ഇനിയും ഉടനെ മരണമാണ് എന്ന് അറിഞ്ഞുകൊണ്ടുള്ള ആ യുദ്ധത്തിന്റെ നടുവിൽ നിർത്തിയാണ് ഭഗവാൻ ഈ മഹത് ഗ്രന്ഥം, ഭഗവത്ഗീതയാകുന്ന മഹത് ഗ്രന്ഥം നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മളുമൊക്കെ ഈ കർമ്മഭൂമിയില് ഈ നമ്മൾക്ക് നിക്ഷിപ്തമായ കർമ്മം ചെയ്യാൻ തയ്യാറായി നിൽക്കുമ്പോൾ നമ്മൾ എന്തിനെയൊക്കെ അതിജീവിക്കണം. ഞാൻ പറഞ്ഞു, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം, നന്മകളുണ്ടാവാം, അതിൽ തിന്മകളും ഉണ്ടാവാം. നന്മകളെയും തിന്മകളെയും ഒക്കെ നമ്മൾ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മുന്നോട്ട് പോകുന്നത്. ഈ നമ്മുടെ കർമ്മത്തിൽ ശ്രദ്ധാലുക്കളായി നമ്മൾ വിജയത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. അങ്ങനെയാണ് ഈ പാണ്ഡവരെ വിജയത്തിലേക്ക് നീങ്ങുന്നത്. യുദ്ധത്തിൽ അവർ വിജയത്തിലേക്ക് നീങ്ങുന്നത് ഈ ആ കർമ്മം എങ്ങനെ ചെയ്യണം എന്നറിയാൻ വേണ്ടിയാണ് അർജുനൻ അതിനെ നിരീക്ഷിക്കുന്നത്. അവിടെ അർജുനൻ കാണുന്നത് രണ്ട് തലമുറ പിൻപേയും രണ്ട് തലമുറ മുൻപേ ഉള്ളവരെയും കാണുകയാണ്. എല്ലാ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഇതിലെല്ലാം നമ്മൾ ജനിച്ചു വീഴും. നമ്മൾ നോക്കെ, നമ്മൾ ഈ ബന്ധങ്ങളുടെ എല്ലാം നടുവിലാണല്ലേ. ഈ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. ഇവരുടെയൊക്കെ ഇടയിലേക്കാണ് നമ്മൾ ഈ കർമ്മത്തിന് ഇറങ്ങി നിൽക്കുന്നത്, നമ്മൾ കർമ്മം ചെയ്യേണ്ടത്. ഇവരുടെയൊക്കെ സ്നേഹങ്ങളുണ്ടാവാം, ഇവരുടെയൊക്കെ വിദ്വേഷങ്ങളുണ്ടാവാം, ഇല്ല ഇവരുടെയൊക്കെ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവാം, ഇവരുടെയൊക്കെ നമ്മളെ ആജ്ഞകളുണ്ടാവാം, നമ്മളെ അനുസരിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടാവാം. ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കർമ്മപാതയിൽ നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത് ഇവരെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ്. എത്ര മനോഹരമായിട്ടാണ് വ്യാസമഹർഷി ചിത്രീകരിച്ചിരിക്കുന്നത് നോക്കൂ. നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മൾ ഇവിടെ കാണേണ്ടത്. കുട്ടികളാകുമ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ സുഹൃത്തുക്കളുടെ സാന്നിധ്യം ഉണ്ടാകാം, വരും, കളിക്കാൻ വിളിക്കും, ഇല്ലേ നമ്മളെ അങ്ങോട്ട് ഇതിന് വാ എന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കും. ഇപ്പൊ പഠിച്ചില്ലേലും നാളെ പഠിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തും. പിന്നെ മാതാപിതാക്കളാണേലും അത് ചെയ്യേ ഇത് ചെയ്യേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പഠിക്കുക എന്നുള്ള ഫോഴ്സ്, അങ്ങനെയൊക്കെ ഒരുപാട് സങ്കീർണതകളുടെ ഇടയിൽ നിന്നാണ് നമ്മൾ ഈ പഠനകാലം പോലും മുന്നോട്ട് പോകുന്നത്. അതും ഒരു യുദ്ധം പോലാണ്.
നമുക്കത് വലിയ യുദ്ധമായിട്ടൊന്നും ഫീൽ ചെയ്തില്ലേലും അതിനിടയ്ക്ക് പഠിക്കാനിരുന്നാൽ പഠിക്കാൻ വയ്യ, ശ്രദ്ധ കിട്ടുന്നില്ല, ആ ഒരു പല പല ചിന്തകൾ കടന്നു വരുന്നു, ആലസ്യം, ഉറക്കം വരുന്നു, എന്തെല്ലാം നമ്മളെ അലട്ടും. അതിനെയൊക്കെ നമ്മളെങ്ങനെ നേരിടുന്നത്? എനിക്കിനിയും ഈ കാലഘട്ടങ്ങൾ എനിക്ക് കടന്ന് പഠിച്ച് മിടുക്കരായി മാത്രമേ എനിക്ക് അടുത്ത തലമുറയിലേക്ക്, അതായത് അടുത്ത ഫ്യൂച്ചറിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റൂ. ആ ഫ്യൂച്ചറിനെ മുന്നിൽ കാണണം. പിന്നെ പാസ്റ്റിനെ കാണുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. നമ്മൾ വന്ന വഴികൾ, നമ്മുടെ സാഹചര്യങ്ങൾ എന്താണ്, ഇപ്പൊ പ്രസന്റ് എന്താണ്, എന്തിനെയൊക്കെ നമ്മൾ ചിലർക്കൊക്കെ ലക്ഷ്യത്തിലേക്ക് വരാൻ പുറമേ ചിന്തിക്കേണ്ടി വരും. പുറമേ ഉള്ളതിനെയൊക്കെ എല്ലാവർക്കും നമ്മൾ എങ്ങനെ വളർന്നു വന്നു, നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ എന്തെല്ലാം സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കി തന്നു, അവരുടെ ആരോഗ്യസ്ഥിതിയിലും അവരുടെ പരിതസ്ഥിതിയിലും വെച്ച് നമ്മളെ എത്രത്തോളം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നു, അതിനെക്കുറിച്ചൊക്കെ പുറകോട്ട് നമ്മൾക്ക് ചിന്തിക്കേണ്ടി വരും. അതുമൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മൾ ഈ ലക്ഷ്യത്തിലേക്ക്, ഇതിനെയൊക്കെ കാണണം. നമ്മൾ പഴയ തലമുറയെയും പുതിയ കഴിഞ്ഞു പോയതിനെയും പുതിയ വരാനിരിക്കുന്നതിനെയും ഒക്കെ നമ്മൾ ചിന്തിക്കണം, അതിനെ എല്ലാം അറിയണം എന്ന് വിചാരിച്ച് അത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാനല്ല. അതിനെയൊക്കെ അറിഞ്ഞിട്ട് അതിനെയൊക്കെയാണ് നമുക്ക് നേടേണ്ടത് എന്തൊക്കെയാണ്, നമ്മുടെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കർമ്മം ചെയ്യാനുള്ള പ്രേരണയാണ്. ഇതിനാണ് നമ്മൾ നിരീക്ഷണ പാഠം എന്ന് പറയുന്നത്. നമ്മൾ എന്തിനു ഞാനിത് കർമ്മം ചെയ്യണം, എന്തിനു ഞാൻ പഠിക്കാനിരിക്കണം. അമ്മ പറയുന്നു പഠിക്കുകയാണ്, എക്സാമിന് നല്ല മാർക്ക് വാങ്ങിക്കണം, ഈ അവസരം പാഴാക്കരുത് എന്നൊക്കെ അമ്മ പറഞ്ഞു തരുന്നു, ഇല്ല അച്ഛൻ പറഞ്ഞു തരുന്നു. നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ നമ്മളോട് ഉപദേശിക്കുന്നു, ഗുരുക്കന്മാര് അവര് പറയുന്നു, അവര് പ്രോത്സാഹിപ്പിക്കുന്നു. അതിനിടയ്ക്ക് നമ്മൾക്ക് ഈ പല തടസ്സങ്ങൾ, അതിനെയൊക്കെ ആ തടസ്സങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ എന്തറിയണം, നമ്മുടെ ഭാവി എവിടെയാണ്, നമ്മളിപ്പോൾ എത്ര പ്രയത്നിച്ചാലാണ് നമ്മുടെ അടുത്ത ആ ഭാവിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ ഭാവിയെ നമ്മൾ മുൻകൂട്ടി കാണണം. അതിനാണ് നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന അബ്ദുൽ കലാം സാർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു, സ്വപ്നം കാണുക. ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ രാത്രി പോയി കിടന്നു സ്വപ്നം കാണാനല്ല അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ എത്തിച്ചേരേണ്ട ആ വഴി, നിങ്ങൾ എത്തിച്ചേരേണ്ട ആ ലക്ഷ്യത്തെ നിങ്ങൾ എപ്പോഴും സ്വപ്നം കാണുക. പിന്നെ നമ്മൾ വന്ന വഴികളെ പുറമേക്ക് നോക്കുക. നമ്മൾ എന്തെല്ലാം തടസ്സങ്ങളെ അതിജീവിച്ചു വന്നു നമുക്ക് പ്രചോദനമാണ്. അങ്ങനെ നമ്മൾ ആ ഭാവിയെയും ഭൂതത്തെയും ഒക്കെ മുന്നിൽ കണ്ടിട്ടാണ് നമ്മൾ ഈ പ്രസന്റ് യുദ്ധക്കളത്തിൽ നമ്മൾ, അല്ലെങ്കിൽ ഈ പഠനകാലം എന്ന് പറയുന്ന ആ കാലഘട്ടത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതാണ് ഇവിടെയും അർജുനൻ ചെയ്യുന്നത്. 2 തലമുറ ഈ യുദ്ധം വന്നാൽ ഈ ഭാവി ഇനി എത്ര തലമുറകൾ ഈ യുദ്ധക്കെടുതികൾ അനുഭവിക്കും, എത്രയോ പേര് മരിച്ചു പോകും, എത്ര കുടുംബങ്ങൾ അനാഥമാകും, എത്ര പേരുടെ കണ്ണുനീരൊഴുകും, എത്ര പേരുടെ ചോര ഒഴുകും. ഇവിടെ എത്ര തലമുറകൾ മുന്നോട്ട് വിജയിച്ചു വരേണ്ട എത്ര തലമുറകൾക്കാണ് ഈ നാശം ഈ ഒരു യുദ്ധം കൊണ്ട് എന്നൊക്കെ അർജുനൻ കാണുകയാണ്. കൊച്ചുമക്കളെ വരെ മുന്നിൽ കാണുകയാണ്. അവരൊക്കെ അനാഥരായി പോകുന്നതൊക്കെ കാണുകയാണ്. പുറമോട്ട് ചിന്തിച്ച് നമ്മളെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നവരും നമുക്ക് പാരമ്പര്യമായി കിട്ടുന്ന അച്ഛനും അപ്പൂപ്പന്മാരും ഒക്കെ ചെയ്ത് നമ്മളെ പുലർത്തിക്കൊണ്ടുവന്ന ഒരു ധർമ്മം, അതെല്ലാം ഇവിടെ നഷ്ടപ്പെടുകയാണല്ലോ യുദ്ധത്തിൽ. അങ്ങനെ പുറകോട്ടും അർജുനൻ ചിന്തിക്കുകയാണ്, അവരെയൊക്കെ കൊല്ലേണ്ടി വരുമല്ലോ, പിതാക്കന്മാരെയും പിതാമഹന്മാരെയും അപ്പൂപ്പന്മാരെയും അമ്മാവന്മാരെയും കൊച്ചുമക്കളെയും മക്കളെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും കാണുകയാണ് അർജുനൻ. ഇവരെയൊക്കെയാണല്ലോ ഞാൻ നേരിടേണ്ടത്, ഇവരോടൊക്കെയാണല്ലോ യുദ്ധം ചെയ്യേണ്ടത്, ഇവരെയൊക്കെയാണല്ലോ എൻ്റെ ബാണം കൊണ്ട് ഞാൻ കൊയ്ത് വീഴ്ത്തേണ്ടത് എന്നോർക്കുകയാണ് അർജുനൻ. അർജുനൻ അങ്ങനെ നോക്കി കാണുന്നതാണ് ഈ ശ്ലോകം. തത്രാ പശ്യത് സ്ഥിതാൻ പാർത്ഥഃ പിതൃനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തദാ ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി. ഒന്നുകൂടെ ചൊല്ലാവേ. തത്രാ പശ്യത് സ്ഥിതാൻ പാർത്ഥഃ പിതൃനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തദാ ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി. ആരാണ് ചൊല്ലുന്നത്?
ചൊല്ലിക്കോളൂ ചൊല്ലിക്കോളൂ. പുത്രാൻ പൗത്രാൻ സഖീം സ്പദ. പുത്രാൻ പൗത്ര, പുത്രാൻ എന്നുള്ളത് കുഞ്ഞു വിട്ടുപോയി. പുത്രാൻ പൗത്രാൻ. വെരി ഗുഡ്. ഇനി ആരാണ് ചൊല്ലുന്നത്? ചൊല്ലിക്കോളൂ. ധാതൃ ധാതൃ ധാതൃ. ആ വെരി ഗുഡ്. ഇനി ആരാണ് ചൊല്ലുന്നത്? പറഞ്ഞു തരാം, പറഞ്ഞു തരാം. തത്ര പശ്യത് സ്ഥിതാൻ പാർത്ഥഃ പിതൃനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീം സദാ ശ്വശുരാൻ ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി. വെരി ഗുഡ്. ഇനി ആരാണ്? ചൊല്ലിക്കോളൂ. പറഞ്ഞു. തത്ര പശ്യത് സ്ഥിതാൻ പാർത്ഥഃ പിതൃനഥ പിതൃനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീം സദാ സഖീം സദാ ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി സേനയോരുഭയോരപി. വെരി ഗുഡ്. ഇനി ആരാണ്? ഓക്കെ ചൊല്ലിത്തരണോ? തത്ര പശ്യത് സ്ഥിതാൻ പാർത്ഥഃ പിതൃനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീം സദാ ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോർ ഉഭയോരപി ഉഭയോരപി. വെരി ഗുഡ്. ഇനി ആരാ ചൊല്ലുന്നത്? ഓക്കെ ചൊല്ലിക്കോളൂ ചൊല്ലിക്കോളൂ. മാതുലാൻ ഭ്രാതൃൻ സഖീം സദാ.
വെരി ഗുഡ്. നീ ആരാണ് ചൊല്ലുന്നത്? ഓക്കെ, ഞാൻ ഒന്നുകൂടെ ചൊല്ലിത്തരാമേ, സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ചൊല്ലാം. തത്രാ പശ്യത് സ്ഥിതാൻ പാർത്ഥഃ പിതൃനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തദാ ശുശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി. എല്ലാവരും ചൊല്ലി പഠിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട്. എന്നാലും ഒന്നുകൂടെ നന്നായിട്ട് അക്ഷരം ഒക്കെ നോക്കി തെറ്റുകൂടാതെ ചൊല്ലി പഠിക്കാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ നിർത്താം. നമസ്കാരം.